ഹലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കവലകളിലും അതുപോലെ ബസ് സ്റ്റോപ്പിലിരുന്നെങ്ങാണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ ഇറച്ചി നിന്നുന്ന ഒരു പ്രത്യേകതരം മനുഷ്യന്മാർ നമുക്കെല്ലാവർക്കും അറിയാൻ മതി. അത് നിങ്ങളെ പരിചയത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഡെയിലി ലൈഫിൽ നിങ്ങൾ പോകുമ്പോഴും മറ്റും നിങ്ങളെ അറിവിൽ മറ്റുള്ളവർ പറഞ്ഞും കേട്ടുള്ള ഒരുപാട് പേര് അങ്ങനത്തെ ഉള്ളവരുണ്ടാവും. അതായത് മറ്റുള്ളവരുടെ ജീവിത കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെട്ട് അവരുടെ ഇറച്ചി തിന്നണ ചില ചെന്നായ്ക്കൾ. പിന്നെ അവന്റെ ഭാര്യ ഉണ്ടല്ലോ, മറ്റേ നസീമ അവിടെ എന്തോ പാല് കറക്കാൻ വന്ന ഒരു ബംഗാളിയായിട്ട് എന്തോ തട്ടുമുട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ കുറച്ചെണ്ണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. റിയാക്ഷൻ ചാനൽ എന്ന പേരിട്ടുങ്ങാണ്ട് ഇവന്മാർ കുത്തിരുന്നുങ്ങാണ്ട് ഒരു കാറിലോ ഒരു റൂമിലോ ഇരുന്നുങ്ങാണ്ട് മറ്റുള്ളവരെ കുറിച്ചും കണ്ട് കുറ്റം പറയാം. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന സംഭവം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് അവരുടെ പേഴ്സണൽ ലൈഫുള്ള കാര്യങ്ങൾ അവർക്ക് റൂമേഴ്സ് അടിച്ചുണ്ടാക്കുക. അതായത് അവരെ കുറ്റം പറയുക, ഭാര്യ അങ്ങനെയാണ്, ഭർത്താവ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്മാർ അന്നത്തിന് വേണ്ടിങ്ങാണ്ട് വീഡിയോ എടുത്തിരുന്ന ഒരു സമ്പ്രദായം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നായകൾക്ക് എല്ലാ കഷ്ണം കിട്ടിയ പോലെ പെട്ടെന്നൊരു കണ്ടൻറ്റ് കിട്ടിയപ്പോൾ എല്ലാം അതിനെ പിടിച്ച് കടിച്ച് കീറുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ. അതായത് ഓരോരുത്തന്മാർ വന്നെങ്ങാണ്ട് അവരോട് പെർമിഷൻ ചോദിച്ചു, അതായത് ആ ഹസ്ബൻഡിനോട് പെർമിഷൻ ചോദിച്ചു, ഞാൻ നിങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടോട്ടെ, എനിക്ക് കുറച്ച് അന്നം വാങ്ങട്ടെ എന്ന രീതിയിൽ സംസാരിച്ചെങ്ങാണ്ട് പെർമിഷൻ ചോദിച്ച് വരെ കണ്ടൻറ് ഇടുന്ന നെറികെട്ട ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് വെച്ചാൽ ഇതിനൊന്നും നല്ലത് വേറെ എന്തെങ്കിലും പണിയെടുക്കാൻ പോകുന്നതാണ്. നല്ല ശരീരവും നല്ല ആവതുള്ള മനുഷ്യന്മാരാണല്ലോ നിങ്ങളൊക്കെ, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ചെന്നായ്കളുണ്ടല്ലോ, അതായത് കവലകളിലും ബസ് സ്റ്റോപ്പുകളിലും കുത്തിരുന്ന മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുന്ന ചെന്നായ്ക്കൾ. അപ്പോൾ അവരെ കുറ്റം പറയുന്ന ആളുകളാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവരും ഇവരും തമ്മിലൊരു വ്യത്യാസവുമില്ല. അതും പോരാഞ്ഞിട്ട് അവരെ കുറ്റം പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വീഡിയോയും കണ്ട് കുത്തിരിക്കുന്നതും അതിൽ കമൻ്റ് ഇടുന്നതും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇവരുടെ ഓരോ ഈ നേരത്തെ പറഞ്ഞ റീസെൻ്റ്ലി നടന്ന സംഭവത്തിൽപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോയും അതുപോലെ തന്നെ ഒരു മറ്റനുബന്ധ കാര്യങ്ങളും ഇട്ടുകാണ്ട് റീൽസ് ചെയ്ത് മീംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്താഗതി പറഞ്ഞാൽ ബേക്കോട്ട് പോകുകയെന്ന് തോന്നുന്നത്, മുമ്പോട്ട് പോകേണ്ടത് പകരം പിറകോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നാറികളൊക്കെ ഒറ്റപ്പെടുത്തേണ്ട കാലം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്, അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വീഡിയോസ് കാണുന്നവരോട് പുച്ഛം മാത്രം അത്രേ പറയാനുള്ളൂ. ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടും പുച്ഛം മാത്രം. അപ്പോൾ ഇനിയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഇവരും ശ്രമിക്കുക. അരി കിട്ടാൻ വേണ്ടിയിട്ടും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ള ഒരു ചിന്താഗതി ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മാറ്റുക. അതായത് കഴിയുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആൾക്കാർക്ക് ബുദ്ധിമുട്ടാത്ത എത്രയോ കണ്ടന്റുകളുണ്ട്. അപ്പോൾ എത്രയോ കണ്ടന്റുകൾ പലരും ചെയ്യുന്നുണ്ട്. അതുപോലത്തെ കണ്ടന്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നും സാമ്പത്തികമായി ഉണർത്തിക്കൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു.